ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. ടീച്ചേഴ്സ് ക്ലബ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത, വളരെ നല്ലൊരു സന്തോഷ വാർത്തയാണ്. റെയിൽവേ ടീച്ചർ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവര്, ഇപ്പൊ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര്, അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ RRB ടീച്ചർ റെയിൽവേയുടെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, വീണ്ടും ഡേറ്റ് നീട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് മടുത്തിരിക്കുന്നവർ, എന്തെങ്കിലും ഇഷ്യൂസ് കാരണം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള RRB തിരഞ്ഞെടുത്തിട്ട് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ, വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു ആശ്വാസ വാർത്തയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, തയ്യാറായിക്കോളൂ അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ റെയിൽവേ എന്ത് ചെയ്യുന്നു, പുതിയ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നു. കൊറിഗണ്ടം 4 സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് 7/2024 പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. 7/2024. ഓക്കെ, അതിൽ 2-3 വ്യത്യാസങ്ങളുണ്ട്. ആദ്യം ആ വ്യത്യാസങ്ങൾ പറയുന്നില്ല, ഡേറ്റ് പറയാം. ഓക്കെ, ക്ലോസിംഗ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ ദ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ 21 ഇന്നു മുതൽ 21/2/2025 മുതൽ. ഓക്കെ, എക്സിസ്റ്റിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അതേ ആ ഡേറ്റ് തന്നെ വീണ്ടും 28/2/2025 വരെ, ഇനി ഒരു 6 ദിവസം കൂടി നീട്ടി കിട്ടിയിട്ടുണ്ട്. 28-ാം തീയതി വരെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പേയ്മെന്റ് നിലവില് 23-ാം തീയതി വരെ ആയിരുന്നു പേയ്മെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് 2-ാം തീയതി വരെ പേയ്മെന്റ് ചെയ്യാം. ഓക്കെ, മാർച്ച് 2-ാം തീയതി വരെ പേയ്മെന്റ് ചെയ്യാം. പിന്നെ നിലവില് ആപ്ലിക്കേഷൻ എഡിറ്റിങ്ങിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിരുന്നത് മാർച്ച് 5-ാം തീയതി വരെയാണ്. അതിപ്പോൾ മാറ്റിയിട്ട് മാർച്ച് 12-ാം തീയതി മുതൽ, നിങ്ങൾക്ക് മുമ്പ് 24-ാം തീയതി മുതലാണ് എഡിറ്റിംഗ് ഉണ്ടായിരുന്നത്, പക്ഷെ അത് മാറ്റി മാർച്ച് 3 മുതൽ മാർച്ച് 12 വരെ, മാർച്ച് 12 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. എഡിറ്റിംഗ് ഓപ്ഷൻ, അതാണ് എല്ലാവർക്കും ഒരു ഡൗട്ട്. എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാർച്ച് 3 മുതൽ മാർച്ച് 12 വരെ എഡിറ്റിംഗ് ഓപ്ഷൻ തന്നിരിക്കുകയാണ്. മാർച്ച് 3 മുതൽ മാർച്ച് 12 വരെ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. എന്താണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന പേജ്? ഫസ്റ്റ് പേജ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഫാദർ നെയിം, മദർ നെയിം, മൊബൈൽ നമ്പർ, ജിമെയിൽ, ആധാർ രേഖ, ഇത്രയും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലാത്ത കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് എഡിറ്റ് ചെയ്യുന്നത് ഫീസ് ഇല്ലാതെ, നോ ഫീ ഇല്ലാതെ മാർച്ച് 3 മുതൽ മാർച്ച് 12 വരെ എഡിറ്റ് ചെയ്യാം. മാർച്ച് 3 മുതൽ മാർച്ച് 12 വരെ എഡിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫീയോടുകൂടി, പേയ്മെന്റ് പിഴയോടുകൂടി എന്ത് ചെയ്യുക, പിഴയോടുകൂടി നിങ്ങൾക്ക് 13-ാം തീയതി മുതൽ 22-ാം തീയതി വരെ, അതായത് 250 രൂപ പിഴ അടച്ചുകൊണ്ട്, 250 രൂപ പിഴ അടച്ചുകൊണ്ട് 13 മാർച്ച് മുതൽ 22 മാർച്ച് വരെ അപ്ലൈ ചെയ്യാം. പിഴയില്ലാതെ, വിത്തൗട്ട് ഫീ. ഓക്കെ, വിത്തൗട്ട് ഫീ എന്ന് പറയുന്നത് മാർച്ച് 3 മുതൽ മാർച്ച് 12 വരെയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പൊ നോക്കിക്കോ, ഫീസ് കൊടുത്തായിരുന്നാലും ഫീസ് കൊടുക്കാതെ ആയിരുന്നാലും എഡിറ്റ് ചെയ്യുന്നതിന് ഇത് പറ്റത്തില്ല. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന പേജ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷ അയച്ച സോണും തിരഞ്ഞെടുക്കുവാൻ പറ്റത്തില്ല, സോണും മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതില് ലൈബ്രറിയൻ കോഴ്സ് പഠിച്ചവർക്കുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ലൈബ്രറിയൻ കോഴ്സ് പഠിച്ചവർക്ക് ബാച്ചുലർ ലൈബ്രറി സയൻസ് 4 ഇയറിന്റെ ബാച്ചുലർ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ലൈബ്രറിയൻഷിപ്പ്, നമ്മുടെ ഇവിടെ വിളിച്ചിട്ട് കുറെ പേര് അതിൽ അപ്ലൈ ചെയ്തു. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അവര്. ഓക്കെ, പിന്നെ അത് തന്നെ ബാച്ചുലർ ലൈബ്രറി സയൻസ് 4 ഇയർ കോഴ്സ് ഓർ ഗ്രാജുവേഷൻ വിത്ത് 1 ഇയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിപ്ലോമ ഡിഗ്രി ലൈബ്രറിയൻ. അപ്പൊ ഇന്നലെ വിളിച്ച കുറെ പേര് ഇതിലുണ്ടായിരുന്നു. ഞാൻ BSc വേറൊരു കാര്യമാണ് ചെയ്തത്, അതിനുശേഷം MSc ലൈബ്രറിയൻ കോഴ്സ് ചെയ്തു. അപ്പൊ അവർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതും കൂടെ നിങ്ങളൊന്ന് നോക്കുക, ലൈബ്രറിയൻ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നവര്. അപ്പം ബാക്കി എല്ലാവരും എന്ത് ചെയ്യുക, 28-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. ഇനി ലാസ്റ്റ് ഡേറ്റ് വരെ ഇതുപോലെ സൈറ്റ് ബ്ലോക്ക് ആവുന്ന കാര്യം നോക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, അത് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഡേറ്റ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28/2/2025
25. ഇനി ഇതിന്റെ താഴെ കമന്റിൽ വന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും വന്ന് ലാസ്റ്റ് ഡേറ്റ് ചോദിക്കും. ലാസ്റ്റ് ഡേറ്റിന്റെ വീഡിയോയിൽ നിന്ന് ലാസ്റ്റ് ഡേറ്റ് ചോദിക്കും. അത് വീഡിയോ കാണാത്തതാണ്, മനഃപൂർവ്വം ചോദിക്കുന്നതാണ്. ഓക്കെ. പിന്നെ പലരും ചില വർസ്റ്റ് വേർഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കമന്റ്സിൽ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, നമുക്ക് കാണുന്നുണ്ട്. അവരെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങളുടെ എനിക്ക് ഉപകാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്നതിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. ഓക്കെ. അപ്പം എന്ത് ചെയ്യുക, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങള് ഒരുപാട് പേര് കിടന്ന് വിളിയാണ്. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചാനൽ ടീച്ചേഴ്സ് ക്ലബ് PSC എന്ന് പറയുന്ന ഈ ചാനൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൂടെ കാണിച്ചാണ് ചാനലിന്റെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം. അപ്പൊ ആ വീഡിയോയിൽ ടീച്ചേഴ്സ് ക്ലബ് PSC എന്ന് പറയുന്ന വീഡിയോയിൽ ടീച്ചേഴ്സ് ക്ലബ് PSC ചാനലിന്റെ പേര് ടീച്ചേഴ്സ് ക്ലബ് PSC എന്നാണ്. ടീച്ചേഴ്സ് ക്ലബ് PSC എന്നുള്ള ചാനലില് RRB ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. RRB ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. RRB ടീച്ചർ റെഗുലർ പ്ലേലിസ്റ്റ്. ഈ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും നിങ്ങൾ ഈ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ട്. എന്തുകൊണ്ട് ആധാർ പ്രശ്നം വരുന്നു, എന്തുകൊണ്ട് നോട്ട് എലിജിബിൾ കാണിക്കുന്നു, എന്തുകൊണ്ട് ഫീസ് അടയ്ക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ RRB തിരഞ്ഞെടുക്കുമ്പോൾ പ്രശ്നം വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്വാളിഫിക്കേഷൻസ് ഉൾപ്പെടെ എല്ലാം വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. 2, 3, 4, 5, 10 മിനിറ്റ്സ് ഉള്ള വീഡിയോസ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണുക, എല്ലാവരും ദയവായിട്ട്. അത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രം വിളിക്കുക. നിങ്ങൾ വിളിച്ചിട്ട് കോള് ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് ഒന്നും അറിഞ്ഞുവിടാത്ത ആൾക്കാരുടെ അവസരമായിരിക്കും നഷ്ടപ്പെടുന്നത്. നമ്മളെല്ലാവരും PG വരെ പഠിച്ചു, B.Ed പഠിച്ചു, M.Ed പഠിച്ചു, MPhil പഠിച്ചു, PhD പഠിച്ചു ഉള്ളവരാണല്ലോ. പറയുന്നത് അത്യാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം അത് കേട്ടിട്ട് ഡൗട്ട്സ് ചോദിക്കുക. പരമാവധി കമന്റ്സിലൂടെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, വാട്സപ്പ് വഴിയും ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് മറുപടി ലഭിക്കും. വിളിക്കുമ്പോഴത്തേക്ക് കോൾ എടുക്കത്തില്ലെന്നല്ല, എല്ലാ കോളും എടുക്കും. എടുക്കാൻ പറ്റുന്ന എല്ലാ കോളും എടുക്കുന്നുണ്ട്. നിങ്ങളെ കോള് ബ്ലോക്കായി പോവുകയാണ്, ഇഷ്ടംപോലെ കോള് വന്നിരിക്കുന്നതുകൊണ്ട്. അപ്പൊ പരമാവധി എന്ത് ചെയ്യുക, വാട്സപ്പിലൂടെയും കമന്റ്സിലൂടെയൊക്കെ ചോദിക്കുക. മറുപടി കൃത്യമായിട്ട് തരുന്നുണ്ട്. ഓക്കെ. അപ്പം വാട്സപ്പ് നമ്പര് 7736750473 എന്ന് പറയുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. ഇതാണ് വാട്സപ്പ് നമ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത്. വാട്സപ്പ് നമ്പർ ഈ നമ്പറാണ്. ഇതിന് മാത്രമേ വാട്സപ്പിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ലഭിക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വിളിക്കാനുള്ള വേറൊരു നമ്പർ കൂടെ ഉണ്ട്, 9847880473. ഈ നമ്പറിൽ കോള് മാത്രമേ ഉള്ളൂ, കോള് മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ വാട്സപ്പ് പ്ലസ് കോൾ ഉണ്ട്. ഓക്കെ, 7736750473 എന്ന നമ്പറിൽ വാട്സപ്പും കോളും അവൈലബിൾ ആണ്. ഈ നമ്പറിൽ കോള് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടതിന് ശേഷം അതിലെന്തെങ്കിലും ഡൗട്ട്സ്, എക്സ്ട്രാ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രം വിളിക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ബാക്കിയുള്ള എല്ലാ നോൺ ക്രിമിനലിന്റെ കാര്യം കൂടെ ഒന്നും കൂടി പറയാം. നിങ്ങൾ നോൺ ക്രിമിനലിനെ അപ്ലൈ ചെയ്യുക. പഴയതുള്ളവർ പഴയത് വെച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നോൺ ക്രിമിനൽ ഇല്ലാതെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ജനറലിലേക്ക് നിങ്ങൾ പോകുന്നേ ഉള്ളൂ, ജനറലിലേക്ക് മാറുന്നേ ഉള്ളൂ. നിങ്ങൾ ജനറലിലോട്ടാണ് നിങ്ങൾ മാറുന്നത് നോൺ ക്രിമിനൽ ഇല്ലെങ്കിൽ. പരമാവധി നോൺ ക്രിമിനൽ എടുക്കാൻ പറ്റുന്നവർ അത് എടുത്തിട്ട് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയിട്ട്, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയിട്ട് ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങളുടെ പോസ്റ്റ്, നിങ്ങളുടെ RRB ഏത് RRBയിലാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റ് ഉള്ളത്, അത് ചെന്നൈ ആണോ, അത് ബാംഗ്ലൂർ ആണോ, അത് ബിലാസ്പൂർ ആണോ, അത് ഖൊരഗ്പൂർ ആണോ, അത് ജമ്മു ആൻഡ് കാശ്മീർ ആണോ, അത് കൊൽക്കത്തയാണോ, അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ദയവായിട്ട് ഇതിലും കൂടി അവസാനമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൽ വേക്കൻസി ഇല്ല, തിരുവനന്തപുരത്ത് വേക്കൻസി ഇല്ല. ഓക്കെ, വെറുതെ കേരളവും ട്രിവാൻഡ്രവും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് എലിജിബിൾ എന്നേ കാണിച്ചുകൊണ്ടിരിക്കത്തുള്ളൂ. ഒന്നും പഠിക്കാതെ നോക്കാതെ അപ്ലൈ ചെയ്യും. അപ്പൊ അത് പാടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള പോസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട്, ഏത് RRB ആണെന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ RRB റെയിൽവേയുടെ നോട്ടിഫിക്കേഷനിൽ 120 പേജുള്ളതാണ് നോട്ടിഫിക്കേഷൻ. അതിന് ഏറ്റവും താഴെ ഏറ്റവും അവസാന സെക്ഷനിലായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും പോസ്റ്റ് പ്രിഫറൻസും അതാത് RRBയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ദയവായിട്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ഈ പറഞ്ഞ ടീച്ചേഴ്സ് ക്ലബ് PSC ചാനലിന്റെ RRB ടീച്ചർ റെഗുലർ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 1 by 1 ആയിട്ട്. അത് കാണുക.
ഓക്കെ. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ RRB ടീച്ചർ കോഴ്സ് ഓൺലൈൻ കോഴ്സ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, മുമ്പേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, RRB ടീച്ചറിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ RRB ടീച്ചറിന്റെ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളവര് താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാം. നമ്മുടെ ഫീസ് 50% റിഡക്ഷനിൽ നിങ്ങൾക്ക് വെറും 599 രൂപയാണ് കേട്ടോ. വെറും 599 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കോഴ്സ് തരുന്നത്. ഓക്കെ, എക്സാം വരെയാണ് കോഴ്സ് എന്ന് പറയുന്നത്. ഓൺലൈൻ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡാണ്. ഫുൾ ക്ലാസ്സും റെക്കോർഡ് കിട്ടും. അതിന്റെ PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതിന്റെ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ആദ്യത്തെ 50 മാർക്കിന്റെ പാർട്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ട് ജനറൽ ആണ്. മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്, GK, കറണ്ട് അഫയേഴ്സ് ആൻഡ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന സയൻസ്. ഈ ഭാഗമാണ്, ഇത്രയും ഭാഗത്തിനാണ് ബാക്കി 50 മാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാർട്ട് നമ്മൾ മെയിൻ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ ക്ലാസ്സുകളും നൽകുന്നുണ്ട്. മെയിൻ ആയിട്ട് പ്രൊഫഷണബിലിറ്റി ഫോക്കസ് ചെയ്യുകയും ചെയ്യും. ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് കോഴ്സിന്റെ ടോട്ടൽ ഫീസ് 50% റിഡക്ഷനോട് കൂടിയിട്ട് 599 രൂപയാണ്. 2000 രൂപയാണ് നമ്മുടെ ഫീസ്. അത് 599 രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞ വാട്സപ്പ് നമ്പറിലൂടെയോ അല്ലെങ്കിൽ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ മറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. HSA, അതായത് കേരള PSCയുടെ HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, LP UP ലോങ് ടേം, അതുപോലെ തന്നെ LP UP ഇന്റർവ്യൂ ബാച്ച്, അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ച്. ഇത്രയും കോഴ്സ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ഇതിനെല്ലാം 50% റിഡക്ഷൻ ആണുള്ളത്. HSA ജനറൽ ബാച്ചിന് only 399 മാത്രമാണുള്ളത് എക്സാം വരെയുള്ള ഫീസ്. അത് ടോട്ടൽ ജനറൽ പോർഷൻസ് എടുക്കുകയും PDF നോട്ട്സും എക്സാമും എല്ലാം ഉണ്ടായിരിക്കും. അതായത് ഇതെല്ലാം ലൈവ് പ്ലസ് റെക്കോർഡാണ് കേട്ടോ. എല്ലാം ലൈവ് പ്ലസ് റെക്കോർഡാണ്. HSA നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും സെയിം 999 ആണ് ഫീസ്. ഓക്കെ, 2500 രൂപയുടെ കോഴ്സ് ഇപ്പോൾ ഓഫർ പ്രകാരം 999 ആണ്. LP UP ലോങ് ടേം നിങ്ങൾക്ക് തീർത്തും 2 വർഷത്തെ കോഴ്സ് ഫ്രീ ആണ്. ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രം 299 ആണ് അഡ്മിഷൻ ഫീസ്. അതിന് LP UP ഇന്റർവ്യൂ 499 ആണ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം 50% റിഡക്ഷനിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ താല്പര്യമുള്ളവർ ഇത്രയും കോഴ്സിലൂടെയൊക്കെ ജോയിൻ ചെയ്യാം. ദയവായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചോ വാട്സപ്പ് വഴിയൊക്കെ ചോദിക്കുക. ഓക്കെ, എല്ലാത്തിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി, റെയിൽവേയിൽ നിന്നുള്ള മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. എല്ലാവരും എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ 28-ാം തീയതിക്ക് മുമ്പ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പം മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ജയ് ഹിന്ദ്.